ഹേ ഗായ്സ്, ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ ഇന്ന് എന്തോ എല്ലാരും അച്ഛനും മൃദുലെ ഒരു കളറ്, കൊച്ചും അമ്മ ഒരു കളറ്, ഞാൻ എല്ലാത്തിലും ഉൾപ്പെടുന്ന ഒരു മിക്സ്ഡ് കളർ. അപ്പൊ ഗൈസ് നിങ്ങൾ വിചാരിക്കും നമ്മളെ കല്യാണത്തിന് വേറെ വല്ലതും പോവാണ്, ഫംഗ്ഷൻ ഒന്നും അല്ല ഗൈസ്. നമ്മളിന്ന് ആലപ്പുഴ പോവാണ്. ആലപ്പുഴയിൽ മറ്റേ ആമ്പൽ പൂത്ത് നിൽക്കുന്നത്. അപ്പൊ ഓണമൊക്കെ അല്ലേ ഗൈസ്, രണ്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം, പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാം. അത് ഞാൻ ഇതിട്ട് അവിടെ പോയിട്ടില്ല. നീ അവിടെ ചെല്ലുമ്പോ ആമ്പലൊക്കെ കാണൂടെ. അതുപോലെ നമ്മള് കുട്ടനാട് പോയിട്ടില്ലല്ലോ അല്ലേ? നമുക്ക് ഫുഡൊക്കെ അടിക്കാം, ആലപ്പുഴ പോവാം. കുറച്ചാളായി. അപ്പൊ ഗൈസ് അതെ അതെ അതെ, ഇപ്പൊ രാവിലെ നല്ല മഴക്കോളുണ്ട്. നമ്മൾ ഇരട്ടിക്കയിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഇപ്പം 2 വണ്ടി വന്നോണ്ട് തന്നെ ഇതിപ്പം പുറത്താണുണ്ട്. ഇനി ഇതെടുത്ത് അകത്തിടണം. അത് അവിടെ ഉണ്ട് കേട്ടോ. Let's go to ആലപ്പുഴ ഗൈസ്. സാരി ഉടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, വയറുള്ളതുകൊണ്ട് തന്നെ. അമ്മയ്ക്ക് സാരി ഉടുക്കുക ഇത്ര നാളായിട്ട് അറിയത്തില്ലല്ലേ? 5 മണിക്ക് തുടങ്ങിയ സാരി ഉടുപ്പ് ഇത്രയും കാലമാണെങ്കിലും സാരി കൊടുക്കാറില്ല, അറിയത്തില്ല. മേല് കയറി വന്നു. ലാസ്റ്റ് എവിടെ ഉടുപ്പിച്ചു കൊടുത്തത്? എന്നിട്ട് സാരി മേടിക്കണമെന്ന് പറയും. മേടിച്ചോണ്ട് ഉടുക്കാൻ അറിയാത്തവർക്ക് സാരി മേടിക്കണം. അതെ 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 അതെ. അമ്മയ്ക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ലെന്ന് അച്ഛൻ ട്രോളി. രാവിലെ 5 മണിക്ക് തുടങ്ങിയെന്ന്. കൊച്ചു അമ്മയുടെ ഇത്ര നാളായിട്ട് സാരി കൊടുക്കാൻ അറിഞ്ഞൂടാ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ടില്ല? ചില സമയം നല്ലോണം എടുക്കും. ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം അമ്പലത്തിൽ പോയിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ പൂണ് സാരി. ഞാൻ ഒറ്റ റൂമിൽ നിന്നല്ലേ സാരി കൊടുക്കും. അമ്മ സാരി കൊടുക്കാൻ നമ്മളെന്തെങ്കിലും അവിടെ എന്തോ ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ എന്തോ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതെല്ലാം കൂടെ താഴെ പോയി. മൃദുല ഫ്രണ്ടിൽ കയറിക്കോ. മൃദുല ഫ്രണ്ടിലോട്ട് കയറി. അമ്മ കൊച്ചു ഓക്കെ, ഞാൻ ബാക്കി ഇറങ്ങി വാടി പാഞ്ചാലി. ഞാൻ ബാക്കി കയറാം. ഏട്ടൻ്റെ ബാക്കില് ഇല്ല, ഞാൻ ബാക്കിൽ. പഞ്ചായത്ത് നടുക്ക് കയറ്. ഓക്കെ ഗൈസ്, നല്ല മണല്ലേ വണ്ടിക്കകത്ത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. എവിടെ നമ്മള് പോണ? ആലപ്പുഴയല്ലേ? ആര് പറഞ്ഞ ആലപ്പുഴയെന്ന്? ആലപ്പുഴ ആമ്പല് കാണാൻ പോകും നമ്മള്. നമ്മുടെ ഡ്രസ് രണ്ട് സെയിം. അതെ, നല്ല കളറല്ലേ ഇതിനൊക്കെ എന്തൊരു കളർ? ഇതിന്റെ കളർ എന്താണ്? ഇത് വയലറ്റ്. ഇത് കറക്റ്റ് വയലറ്റ് ആണ്. ഇത് വയലറ്റ് മെറൂൺ അല്ലത്. അച്ഛന്റെ അമ്മ മൃദുലയുടെ റെഡ്. കൊച്ചണ്ടിലങ്ങണ്ടോ മഴ ഗൈസ്, ഫുള്ള് മഴ. ഞാൻ കോപ്പിറൈറ്റ് അടിക്കാൻ സമ്മതിക്കൂല. ചുപ്ലസള്ളി ചോപ്ലിസാളേ ഗൈസ്. അപ്പൊ നമ്മള് ഹോട്ടലാ നമ്മൾ അടൂരെത്തി ഗൈസ്. അപ്പൊ നമ്മള് അതെ അതെ ഇപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മള് ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഫസ്റ്റ് നമുക്ക് ഊണ് കഴിക്കാം കേട്ടാ. ഊണ് കഴിച്ചതിന് ശേഷം നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ താമരയൊക്കെ വിരിയുന്ന കണ്ടിട്ട് വിരിഞ്ഞിരിക്കുന്നോ ഇനി വിരിഞ്ഞ് വാടിയോ എന്തോ. താമര വാടൂലേ? ഇത് വെള്ളത്തിലല്ലേ നീ അല്ലേടാ പറഞ്ഞത്. ഇവിടെ ഏത് വാവയായിരിക്കും എല്ലാരും ഗസ് ചെയ്യാട്ടോ. ആരുടെ ഗസ് പറയുന്നത്? പെണ്ണു വാവയായിരിക്കും. ബാക്കി എല്ലാരും പറയണ ആണ് വാവയായിരിക്കും. ഗൈസ് നിങ്ങൾ പറ, ഏത് വാവയായിരിക്കും? വയറ് കണ്ടിട്ട് പറയും ആണാണോ പെണ്ണാണോന്ന് പറയും. കാര്യം പെൺകൊച്ചാണെന്നുണ്ടെ വലിയ വയറാന്ന് പറയും. പിന്നെ കൊച്ചു വയറാന്നുണ്ടെങ്കിൽ പറയും ആൺകൊച്ചുങ്ങളാന്ന് പറയും. പിന്നെ വയറില് തന്നെ കുടുക്ക വയറാണെങ്കിൽ അങ്ങനെ പറയും, വലിയ വയർ. അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയും ഗൈസ്. പഴയ ആൾക്കാർ ഗസ് ചെയ്യും. പക്ഷെ ഗസ് ചെയ്യുന്ന കൊറേ ഒക്കെ കറക്റ്റ് ആവാറുണ്ടല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെണ്ണുവാവയാ. പെണ്ണാവണമെന്നാണ് ആഗ്രഹം. ആണുവാവയാന്നാ പറയാ. ആണുങ്ങളായിരുന്നു. അല്ല അങ്ങനെ ഇങ്ങനെയും ചിന്തിക്കാമല്ലോ. അല്ല, ഇതിൽ എന്റെ വീട്ടിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് ആണാന്ന് പെണ്ണാന്ന് തീരുമാനിക്കുന്ന ഏട്ടൻ മാത്രമാ. ക്രോമസോമേ ഉള്ളു. ഏട്ടന് എക്സും വൈയും ഉള്ളത്. ഏട്ടന്റെ എക്സാ എനിക്ക് കയറിയെങ്കിൽ പെണ്ണ്. ആ ക്ലാസ്സിൽ ഞാൻ പോയിട്ടില്ല. നമ്മള് പോയിട്ടില്ല ആ ക്ലാസ്സിൽ. അച്ഛന്റെ മാഷ് അച്ഛന് 10ാം ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് 10ാം ക്ലാസ് എന്ന് പറഞ്ഞൊരു നൂൽപാലമാണ്. അങ്ങോട്ട് പോയ ചെകുത്താൻ ഇങ്ങോട്ട് കടൽ. അത് അച്ഛൻ അറിയും. അല്ല എക്സും വൈ ഒന്നും എന്റെ അച്ഛൻ അറിയത്തില്ല. നിങ്ങൾ എക്സും വൈ ഒക്കെ നോക്കിയിരുന്ന? ഇല്ല ഇല്ല, എക്സും വയ്യും. നൂൽപ്പാലം ഉണ്ടായിരുന്ന ഇല്ല, അമ്മയ്ക്ക് ആ നൂൽ പൊളിഞ്ഞ പാലമായിരുന്നു. സമയം കിട്ടില്ല. കൂടെ കൂടെ കളിയാക്കുന്നുണ്ട്. എനിക്ക് 10ാം ക്ലാസ് എഴുതാം. അതിനിപ്പോ എന്ത് കാര്യം? ഇത് കളിയാകുന്ന ചുമ്മാ
അമ്മയ്ക്ക് വേണമെങ്കിൽ എഴുതാൻ ഞാൻ കൊണ്ടുപോകും. അമ്മ രജിസ്റ്റർ ചെയ്തോ 10ാം ക്ലാസ്. ഇനി എഴുതാൻ പോയി ബ്ലോഗ് എടുക്കും. അമ്മ എഴുതിയ അമ്മക്ക് പേടി, നമ്മൾ ബ്ലോഗ് എടുത്ത് പിന്നെ തോറ്റാ വീണ്ടും നാണക്കേടായില്ല. ഇതൊരു ചലഞ്ചായി മൃദുല പഠിപ്പിച്ചു തരും. ഇതൊരു ചലഞ്ചായിട്ട് നിങ്ങൾ അമ്മയൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ എഴുതും. നിങ്ങൾ കമന്റ് എത്ര ക്ലാസ്സിലാണ് എഴുതണം? 9ാം ക്ലാസ് എഴുതണം. 10ൽ എഴുതിയാൽ 10ൽ എഴുതിയാ 9ാം ക്ലാസ് എഴുതിയാ 9ാം ക്ലാസ് പഠിച്ചു വെച്ചു. പിന്നെ സുഖല്ലേ? 9ന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ശരി. 10ാം ക്ലാസ് അമ്മയ്ക്ക് എഴുതണം. മുറി പഠിപ്പിച്ചു തരും. അമ്മ എഴുതുന്നു 10ാം ക്ലാസ്. ഇനി അവൾ പ്രസവിച്ചിട്ടൊക്കെ വരട്ടെ, ഞാൻ എഴുതാം. അല്ല ഇപ്പഴേ പഠിപ്പിക്കാലോ, പഠിക്കാലോ ഇപ്പഴേ. ബുദ്ധി ഇച്ചിരി കുറഞ്ഞ്. അത് കുഴപ്പമില്ല, പഠിച്ച് ഒരുപാട് ശരിയായിക്കോളും. മൃദുല പഠിപ്പിക്കും. പഠിച്ചു. അമ്മയ്ക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ നന്നായിട്ട് വായിക്കാൻ അറിയാം കേസ്. പിന്നെ കണക്കൊന്നും അറിയത്തില്ല. നമ്മള് തള്ളി ഇത് പെട്ടെന്ന് എത്തുമെന്ന് തോന്നുന്നു. നമുക്ക് അച്ഛാ നമുക്ക് ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടൽ ആദ്യം ഊണ് കഴിച്ചിട്ട് പോയി, ഇല്ലെങ്കിൽ തലവേന എടുക്കും. വിശന്ന് കഴിഞ്ഞാൽ കൊച്ചുവിന് തലവേന എടുക്കും, എനിക്ക് തലവേന എടുക്കും. എനിക്ക് ബുദ്ധിമുട്ടാണ്. സാരിയെ കൊടുത്ത് വന്നിട്ട് ചില മുണ്ട കൊടുത്ത് വന്നിട്ടേ പെട്ടെന്ന് പറയും. മൃദുല എങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ നോക്കുന്ന. ഇതിനാണ് മുടുക്കാനും പറഞ്ഞുകൂടെ നേരെ കഴിഞ്ഞു പോയാൽ. അത് എന്തിനാ എന്തോ. അപ്പൊ നമ്മളിത് ഊണ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. കൊച്ചു മാത്രം നോൺ വെജ്, ബാക്കി എല്ലാവരും വെജ്. എനിക്ക് ബിരിയാണി പറഞ്ഞ് കൊച്ചുവാണ് ആദ്യം ബിരിയാണി പറഞ്ഞത്. കൊച്ചു എനിക്ക് ഊണ് വേണം കേട്ടല്ലേ, ഞാൻ ഊണാണ്, എനിക്ക് ഊണും വേണം. എടി നീ മറ്റു മൈൻഡ് ഇല്ലല്ലോ മൃദുല നിനക്ക്. ഞാൻ എവിടെ പോയാലും ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണെന്നാ ഊണ് സാധാരണ ഇങ്ങനെ കൊണ്ട് വിളമ്പി അങ്ങ് തരുമല്ലേ. ചോദിച്ചിട്ടോ അയ്യോ എന്തിനു ചോദിക്കുന്നത്. മുണ്ടി വീണാ തീർന്നു. പപ്പടം എടുത്ത് കഴിച്ചു നോക്കേ. ഒരേ വലിയൊരു ബിരിയാണിയാ. പെട്ട് ബിരിയാണി തികഞ്ഞു. നോൺ വെജ് എന്ന് പറഞ്ഞിട്ട് മീൻ വറുത്തൊന്നും ഇല്ലല്ലേ, മീൻകറി മാത്രമേ ഉള്ളൂ. നഷ്ടമാട്ടോ അത്. സാമ്പാർ വേണ്ടേട്ടന്. കൊച്ചിനെ കൂടെ കണ്ട് സൂപ്പർ. ഗൈസ് നമ്മൾ ആമ്പല് കണ്ടില്ല, പക്ഷേ രണ്ട് സൈഡും നമ്മള് നടുക്കൂടുള്ള റോഡിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. അച്ഛൻ ദാണ്ട് പതിയെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. എന്റെ അടുത്ത് വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. ഞാൻ എന്താ ഗൈസ് എന്റെ വ്ളോഗിന് കുഴപ്പം? പക്ഷെ ഒരു രക്ഷയില്ല കേട്ടാ. സൂപ്പർ വ്യൂ തന്നെ കേട്ടാ. മീനൊക്കെ കാണും ഗൈസ്. ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ട് വരാനുള്ളായിരുന്നു. ചൂണ്ട ഇട്ടോണ്ടല്ല എടുത്തോണ്ട്. എവരിവിടെ കണ്ട പോലെ തലയിരിഞ്ഞിരിക്കുക. അവിടെ സാധനം സൂപ്പർ കേട്ടാ ഗൈസ്, രക്ഷയില്ല. ആഴം കാണുവോ ചാ? ഇറങ്ങി നോക്ക്. അല്ലാണ്ട് ഇവിടെ ഒന്ന് കണ്ടിട്ട് തറ കാണാം എനിക്ക്. ഗൈസ് നമ്മൾ ആമ്പൽപ്പാടത്തിന്റെ നടുക്കെത്തി സുഹൃത്തുക്കളെ. ഇവിടെ ആമ്പല്, ഇവിടെ ആമ്പല്. ഇവിടെ എങ്ങനെ ഉണ്ടോ? സൂപ്പർ അല്ലേ? പക്ഷെ നമുക്ക് ചെറിയൊരു പണി പാളിയെന്ന് വെച്ചാൽ ഇതൊരു എത്ര മണിക്കാണ് ഇത് പൂക്കുന്ന? 9 മണിക്ക് മുമ്പ് വന്നാൽ ഈ പൂത്തിരിക്കുന്ന കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അടഞ്ഞിരിക്കുക. സാരിയെ കൊടുത്തോട്ട് വന്നേട്ടാ. ഇടയ്ക്ക് ചില പൂവളൊക്കെ ഇച്ചിരി പൂത്തിട്ടുണ്ട്, അവിടെ ഇവിടെയും പൂത്തിരിക്കുന്നുണ്ട്. മുമ്പ് രാവിലെ ഇത് പൂക്കത്തുള്ളൂ, വെളുപ്പിനെ പറഞ്ഞ നമ്മള്. രാവിലെ വന്നാല് പൂത്തിരിക്കുന്ന കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്, പക്ഷെ ഇത് ഫുള്ള് തോട്ടമാണ്. പക്ഷെ എനിക്ക് അവ ആ ആമ്പലിനകത്ത് കിടക്കത്തേ ഉള്ളൂ. അതെന്തേലും ആവട്ടെ. അപ്പൊ രാവിലെ വരണം, രാവിലെ വന്നാലേ ഈ ആമ്പല് പൂത്തിരിക്കുന്ന കാണത്തുള്ളൂ. ഇപ്പൊ ഒന്നാതെ വെയിലില്ലാത്തോണ്ട് അങ്ങ് അണഞ്ഞു പോയെന്ന് തോന്നല്ലേ. ഇത് തന്നെ അല്ലേ ഇവിടെ തന്നെ ലൊക്കേഷൻ? ഇത് തന്നെയല്ലേ, ഇത് തന്നെ. പക്ഷെ ഇവിടെ തോണിയൊന്നും ഇല്ലല്ലോ, ഇവിടെ ആരും ഇല്ല. നമുക്ക് ഈ ആമ്പല് പൂക്കുന്ന ഒരു ടൈമിങ്ങിനെ പറ്റി അറിയത്തില്ലായിരുന്നു. ആ ടൈമിങ് തെറ്റി പോകണ്ട. ആമ്പല് പൂക്കുന്ന സമയമൊക്കെ പഠിച്ചു വെക്കണ്ടേ അച്ഛാ? ഈ കുട്ടനാട്ടിലുള്ള ആൾക്കാരെ ഈ കാല് വെച്ച് കരിമീൻ പിടിക്കണം ഭയങ്കര സ്കില്ല. നീ പിടിച്ചാണ് കുമ്പളങ്ങി നൈറ്റ്സ് അവൻ കാല് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് മീൻ പിടിക്കും. ആ ട്രിക്ക് എനിക്ക് അറിയായിരുന്നു. നീ പിടിച്ചാണ് അല്ലേ? വേണ്ട, വന്നല്ലേ ഉള്ളു. വേണ്ട ഗൈസ്, ഈ ആമ്പല് കണ്ടോ ഇങ്ങനെ നിക്കുവാണ് ആമ്പല്. ഇതെപ്പ പൂക്കെന്ന് അറിഞ്ഞൂടാ. നമുക്ക് നാളെ രാവിലെ ഇത് പൂത്ത് കണ്ടിട്ട് പോയാ പോരെ? ഇവിടെ ഇന്നലെ ആരോ വന്ന് ഉറങ്ങി ആമ്പല് പൂത്ത് കണ്ടിട്ട് അടിച്ച് വീലായിട്ട് ഇവിടെ കിടപ്പോട്ടെന്ന് തോന്നുന്നു. രാവിലെ 1 മണിക്കൂർ പാട് സാരിയെ കൊടുത്ത് വന്നതാ. അമ്മയ്ക്ക് ഇളവി ഇതണ്ടേ. അത് എപ്പോഴും എവിടെ പോയാലും അതെ, ഒരുപാട് ഇത് കാണിക്കണ്ട, അത് ഊരിപ്പോവും.
അമ്മ എവിടെ പോയാലും ഇച്ചിരി നിന്ന് അവിടുത്തെ സ്ഥലമായിട്ടൊക്കെ ഇണങ്ങി കഴിഞ്ഞാൽ പിന്നെ വട്ടാ. കിളവും. പിന്നെ അമ്മ കിളവും. ഒത്തിക്കൂടി മുറുക്കി കുടിച്ചു തന്നെ അവള്. ഇല്ലാത്ത കായലോടാ. കൊക്ക് വേണ്ടേ? കൊക്കുണ്ട്. കൊക്കും മറ്റേ നീർനായല്ലേ എന്തിരി എന്താ അതിന്റെ പേര്? കറുത്ത കോഴി, കൊളക്കോഴി. നിനക്ക് ഞാൻ പറിച്ചു തരും ആമ്പൽ. ഞാനും പറയും ആമ്പല്. ഇന്ന് ആമ്പല് പറിച്ച് വിരിയിച്ചിട്ട് തന്നെ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ ആമ്പല് പറിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുവച്ചാൽ അത് പൂക്കൂലി. അത് പോവുകയും ചെയ്യും. എന്നാ പറിച്ചോണ്ടോ. നമുക്ക് വീട്ടിൽ ഒരു ചെറിയൊരു കുളം ഉണ്ടാക്കിയിട്ട് ആമ്പൽ കൃഷി. ഇതൊരു ഓണം ആവുമ്പോഴത്തേക്ക് ഇത് കീടനാശിനി അടിച്ച് കളയും. വിരിഞ്ഞതാ. വിരിഞ്ഞ കേട്ടോ, അത് വെള്ളത്തിൽ മുങ്ങുമ്പോ വിരിയുന്നു കേട്ടാ. ഇതില്ലേ ഞാൻ പിടിച്ചു തരാം. അച്ഛൻ പറിക്കും ആമ്പല്. അച്ഛൻ ആമ്പലൊക്കെ പറിച്ച് പണ്ടായിരിക്കും. ആമ്പല് പറിക്കുന്ന മുണ്ടൊക്കെ താത്തിട്ട് കൊടുക്കും. അത് ഒരു മീൻ പോലും വരുന്നില്ല, എല്ലാം പേടിച്ചു പോയി. എന്തിനു ചെയ്യൂ? ആമ്പലിനെ വെള്ളത്തിൽ മുക്കി കൊന്നു. ഇതിനൊരു കൊടിഞ്ചും കെട്ട്. കൊണിഞ്ചനാ? ഇത് ഏത് ഭാഷയൊക്കെ ഈ പറയുന്നത്? കൊണിഞ്ചൻ മേടിച്ച് കട്ടായി. ഒരു വർക്കിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാതെ ഒന്നുമില്ല. സ്വന്തം പൊരയിടം പോലെയാണ് വല്ലോന്റെ പോക്ക് വാഴ കിടത്തി കയറിയിട്ട് ഇതാണ്ട തോട്ടം കിട്ടുന്നത്. അടിക്കാൻ പോകുന്നവനൊക്കെ പോകുന്ന ചേട്ടാ ആമ്പല അത് കേട്ടാ. ഈ ആനത്താമര എന്ന് പറഞ്ഞൊരു താമര ഉണ്ട്, കേട്ടിട്ടില്ല. മൃദുല. അപ്പൊ നീ പഠിച്ചിട്ടില്ല? പഠിക്കാൻ വിട്ട വഴിക്ക് വായി നോക്കിയിരുന്നു. മൃദുല, നീ ആനത്താമര ഇട്ടിട്ടില്ലടി? ഭയങ്കര താമരയുണ്ട്. ഞാൻ കേട്ടിട്ടൊന്നുമില്ല ആനത്താമര. ആനത്താമര ഉണ്ട് ഗൈസ്. അത് ഏതോ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലുണ്ട്. അത് കറക്റ്റ് അടുത്തരാ. സോമനല്ല സോമനല്ല, സ്ലോമോ. ഇത് ഇടിയാണെങ്കിലല്ലേ നിങ്ങളെ അച്ഛ അഥവാ തെന്നി വീഴാലും നിങ്ങൾ തള്ളിയിട്ടെന്ന് പറയും. അതുകൊണ്ട് മാറിയേക്ക്. ഞാനിത് റെക്കോർഡ് മാറ്റത്തില്ല കേട്ടാ ഗൈസ്. കാരണം ഇൻ കേസ് വീണ് കഴിഞ്ഞാലേ തംലൈനായി. അല്ലെ ഇതിനെ വേരുണ്ട അടിയിലോട്ടെ. ഇത് അടിയിൽ വേരുണ്ട് അച്ഛ. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പെനച്ച് കറക്കിയിട്, എന്നാലേ വരും. അതിന്റെ വേരുണ്ട്, വേര് പൊട്ടി വരണം. ഒരു ആമ്പലെങ്കിലും പറിച്ച് ഒന്ന് കയ്യിലേലും വെക്കായി. ഓടിക്കോ, ചുമന്ന ഡ്രസ് ഇട്ട് വന്നേ. എനിക്കതെ അല്ല മാറിക്കൊന്നല്ല, എടാ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛന്റെ കുണ്ടിക്ക് ഒന്ന് ഇടിക്കുക, ആമ്പലിന്റെ മണ്ടേ കൂടെ തോട്ടെ കൊണ്ട്. ഇതെന്തരി ഇങ്ങനെ അച്ഛൻ അല്ല അച്ഛൻ പറിച്ച ആമ്പലിനെന്ത് ഇങ്ങനെ ചത്തട നീളം നോക്കിയാണ്. എടാ ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നോർമൽ ആമ്പലല്ല കേട്ടോ. ഇത് പക്ഷെ സൂപ്പർ ആട്ടാ. ഇത് വിരിഞ്ഞ എന്റെ മോനെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ പൂത്തിരിക്കുന്ന കാണാൻ. ഇതിനെ പാതി വെച്ച് കട്ട് ചെയ്തളാ. ആമ്പലം നമ്മളെടുത്ത് കളി 9 മണിക്ക് പൂക്കോളൊന്ന്. ഇപ്പൊ പൂത്തല്ലേ സമയത്ത് 3:30 പൂക്കും. അതാ നമ്മള് കുറച്ച് പണിയെടുക്കണം, എന്നാലേ പൂക്കുള്ളൂ. ഗൈസ് ഇനി നമ്മൾ പൂ പറിച്ചെന്ന് പറഞ്ഞ് ആരും പറയല്ല. ഇത് ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കീടനാശിനി അടിച്ചെന്ത് കളയും കേട്ടോ. അതുകൊണ്ട് മാത്രമല്ല നമ്മളൊന്നും പൂത്തില്ല. പൂപ്പിക്കണ്ടേ? അതാ മനത്തിൽ ഉറുത്തി പദത്തെ എനക്ക് അழைத்து மகிழ்த்தவா ஒரு தனித்த வனத்தில் அணைத்து எனக்கு உணர்ச்சி கொடுத்து முகிழ்த்தவா കദറി മനമുരുകന അടയ്ക്ക പോയതരമാദരു. ഇപ്പൊ നമ്മൾ ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നോക്കാന്ന് വിചാരിച്ചേട്ടാ. അച്ഛൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. പക്ഷേ 9 മണിക്ക് മുന്നേ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. കാരണം ഈ പൂ നമ്മൾ വിരിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ വിരിഞ്ഞിരിക്കുമ്പോൾ കിട്ടില്ലായിരിക്കും ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ കുട്ടനാട് ചെറിയ വഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മളിത് എങ്ങോട്ടോ എത്തി സുഹൃത്തുക്കളെ. നെൽപ്പാടങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഈ കവർ കെട്ടിട്ടേക്കുന്ന എലി വരാതിരിക്കാൻ. അത് ഈ അല്ല, അതെന്താണെന്നറിയാമോ? കാക്കയും പ്രാവും വന്നിരിക്കാനേ നെല്ല് കൊത്തിക്കൊണ്ട് പോയിരിക്കേ. അത് എലി മാനത്തൂരല്ലേ പറക്കുന്നത്, തറ കാറ്റ് ഏത് ദിശയിൽ അടിക്കാന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്നിട്ട് എന്തിനാ അവർക്ക് എന്തിനാ കാറ്റടി ഉണ്ടാക്കുന്ന അവിടെ?
നീ പറഞ്ഞു മണ്ടത്തരത്തില് നീ എത്തണം. എന്തോ പറ്റി മൃദുലാണ്ട് വണ്ടിയുടെ ഇവിടെ ചീപ്പിട്ട് വെച്ചെന്ന്. ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ഇപ്പൊ വന്നിട്ട് എടുക്കുന്നത് നീ സത്യം പറഞ്ഞ പറയിപ്പിക്കുന്നു എന്നെ മൃദുല. നീ അച്ഛൻ വണ്ടിയുടെ മണ്ട ഇരിപ്പോട്ട് ഇവിടെ ഇങ്ങനെ ഗൈസ് നമ്മളിപ്പോ എവിടാണ് നിക്കുന്നത് കൊച്ചു? കുട്ടനാട്. അതെ ഗൈസ്, നമ്മള് റോഡ് തീർന്നു. ഇനി അപ്പുറത്തോട്ട് കായലാട്ടോ. ഞാൻ കാണിച്ചു തരാം. അതാണ് ഇവിടം വരെ ഉള്ളു റോഡ് സുഹൃത്തുക്കളെ. ഇവിടം വരെ ഉള്ളു റോഡ്. വീക്ക് പോയിന്റ് കൊള്ളല്ലേ സ്ഥലം? ഫുള്ള് വെള്ളവും. ഇത് ഇപ്പൊ ആരെങ്കിലും പ്രോപ്പർട്ടി ആയിരിക്കും അല്ലല്ലേ? അല്ലല്ല, ഇതെത്ര ഇവിടെ എനിക്ക് തോന്നുന്നു മീനങ്ങണ്ട വളർത്താൻ ഇട്ടേക്കോ. അതെ, അത് എല്ലായിടത്തും ഉണ്ട്. ഈ ചെമ്മീൻ കെട്ട് ഒരമ്മച്ചി വെള്ളമൊക്കെ തുഴഞ്ഞോണ്ട് പോകുന്നുണ്ടോ അമ്മ? കണ്ടോ? നമ്മളിവിടെ അല്ലല്ലോ വളർന്നേ. അമ്മക്ക് നീന്താ അറിയാമോ അമ്മ? നീന്താനും ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ പഠിച്ചത്. ഇല്ല, തള്ളിയിട്ടപ്പോ നീന്തി പഠിച്ചോളും. ഒരു മനുഷ്യന് ഇതായിട്ട് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് നീന്തലേട്ടാ. ഓ അതില്ലാതെ ഞാൻ ചത്തേനെ. രണ്ടുപേരുടെ ഇറങ്ങി പോണം. പക്ഷെ സൂപ്പർ വ്യൂ ആട്ടാ. എന്റെ മോനെ കിടില്. പോട്ട് പാടുന്ന പാട്ടിനൊരിക്കലും കോപ്പി റൈറ്റ് അടിക്കില്ല. ഏട്ടന്റെ സ്ലോമോ എടുക്ക. അമ്മ അവിടെ ചെന്ന് കുഞ്ഞിരിക്കുന്നു. കാണുന്നവര് അമ്മയെ കാണാവോ ഗൈസ്? ദോ ഇരിക്കുന്നു. ദോണ്ട് പക്ഷെ നല്ല വയലും ഇപ്പുറത്തെ കായലും. ഹേ ഗായ്സ്, അപ്പം നമ്മളിത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനും കൊച്ചു ഇറങ്ങി എടുത്ത് അടിപൊളി കേട്ടോ. അവിടെ നിൽക്കുക ഒരു രക്ഷയില്ല ഗൈസ്. സൂപ്പർ തന്നെ കേട്ടോ. കറക്റ്റ് വെയിലും ഇല്ല, കിട്ടില്ല. മൃദുലൊക്കെ എടുത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ നോക്കി ഇറങ്ങണം. ഇവിടെ നാണ്ട ഫുള്ള് സ്ലിപ്പറിയാണ്. ഇതൊക്കെ പറഞ്ഞു. തക്കോടി കയറ്റി കൊടുക്കുമ്പോഴേ ശ്രദ്ധിക്കണം. ഈ പുല്ല് വന്ന് തട്ടിയിട്ടേ ചൊറിയും. അതുകൊണ്ട് ചൊറിച്ചിലുണ്ട് കേട്ടോ ചെറിയ. എന്തൊരു ചുമ്മാ ഒരു വീഡിയോ ചുമ്മാ എടുത്തിരിക്കുക ഗൈസ്. ആ ഒരു വ്യൂ നോക്ക് സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ല ഗൈസ്. വ്യൂ സൂപ്പർ, രക്ഷയില്ലേട്ടാ. സൂപ്പർ വ്യൂ. മെയിനായിട്ട് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ഫുഡ് ഷാപ്പിലെ ഫുഡ് നല്ല സ്പൈസി, നല്ല മീൻകറിയും കപ്പയും. നമ്മൾ കാണാൻ പോയ ആമ്പൽ ഇവിടെ ഉണ്ട് ഗൈസ്. ഒന്നും വിരിഞ്ഞിട്ടില്ല. മറ്റേ അത്ര പോലും വിരിഞ്ഞിട്ടില്ല. ഒട്ടും വിരിഞ്ഞിട്ടില്ല. അമ്പലാണ്. നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞത്? അപ്പം പറഞ്ഞ് 2 സെറ്റ് കപ്പ. നമ്മള് 3 സെറ്റ് അപ്പം പറഞ്ഞ് 2 സെറ്റ് കപ്പ, താറാവ് കറി, ഞണ്ട് കറി, വരാല്. ഈ വരാല് മീൻ ഏതാണ്? എനിക്ക് ബ്രാലിന്റെ സീസണിലെ മീനും ഉള്ളതല്ലേ, നല്ല വൈകുണ്ട്. ഇവർ രണ്ടുപേരും വൈ പഠിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമുക്കതേ മീൻകറി വന്നിട്ടുണ്ട്. എന്തിനു വരാനും അറിയാം. പക്ഷെ ഞാൻ അപ്പം വിചാരിച്ചു മറ്റേ നമ്മളെ വീട്ടിലപ്പമായിരിക്കും കേട്ടോ. സത്യമായിട്ട് തന്നെ ഈ ദോശണൊക്കെ ഇരിക്കുന്ന അപ്പം ഗായ്സ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ സാധനം. അറിയാം. കായൽ മീനല്ലേ ചുമ്മാ ഷാപ്പിലെ കറി എന്ന് പറയുമ്പം അത് ടേസ്റ്റ്, എരിയും പുളിയും. ഞണ്ടൊക്കെ വന്നിട്ടുള്ള കറി എടുത്ത് കഴിയുമ്പോ
ഇഷ്ടപ്പെട്ട ഈ മീൻകറികളാണ്. മീൻകറി ബെസ്റ്റ് കോമ്പോ. മീൻകറി എന്ത് പറഞ്ഞാലും ഇവിടുത്തെ. അപ്പം എങ്ങനത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. സൂപ്പർ ട്രിപ്പ് ആയിരുന്നു. പക്ഷെ നമുക്ക് ആമ്പല് വിരിഞ്ഞില്ല. ഇപ്പൊ വിരിഞ്ഞടാ. നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് ആ ഒരു ഇവിടെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടോ? അതായത് നിങ്ങള് കുറഞ്ഞത് 5 മണിക്ക് പോയി 5 to 9. കാരണം നമ്മൾ ഇച്ചിരി പോയാൽ അവിടെ പോയി ഏതെങ്കിലും വള്ളമൊക്കെ എടുത്തൊക്കെ പോകണമെന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലൂടെ പോയി കാണാൻ വെള്ളമൊന്നും ഇല്ല. നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു ഗൈസ്. അപ്പൊ നിങ്ങളും എല്ലാവരും എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. ഇനി വേറെ പരിപാടി നടക്കണം, ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനിടയ്ക്ക് വിരിഞ്ഞങ്ങോട്ട് നിൽക്കുമ്പോ എന്താ രസമായിരിക്കും അറിയാമോ? ഇങ്ങനെ നിൽക്കുമ്പോ ഇല്ലേ, അത് വെച്ചൊരു 10 മണിയാകുമ്പോ അലാറം വെച്ചിട്ട് രാവിലെ പോയാ പറ്റൂ.